ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ടോപ്പ് ഹെഡ്ലൈൻസിലൂടെ കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, കുഞ്ഞിന്റെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെയാണോ തുടരുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ. അതിന് ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത് അത്യധികം ഗൗരവത്തോടു കൂടിയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് തീവ്ര പരിചരണമാണ് നൽകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ വെന്റിലേറ്ററിലാണ് കുഞ്ഞുള്ളത്. അപ്പോഴും ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുഞ്ഞിന്റെ പ്രദേശമായ കുളത്തക്കരയിലെ കിണർ, ഈ രോഗ ഉറവിടമെന്ന് സംശയിക്കുന്ന കിണർ വെള്ളത്തിലൂടെ കുഞ്ഞിന് രോഗമുണ്ടായി എന്നാണ് സംശയിക്കുന്നത്. കുഞ്ഞിന്റെ മൂക്കിനകത്തേക്ക് ഈ കിണർ വെള്ളം അമീബയുടെ സാന്നിധ്യമുള്ള ഈ കിണർ ജലം കയറിയപ്പോഴാണ് കുഞ്ഞിന് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായത് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇത് കൃത്യമാകുന്നതിന് വേണ്ടി ചണ്ഡീഗഡിലെ വൈറോളജി ലാബിലേക്ക് ഇതിന്റെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ സ്രവ സാമ്പിളാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ചണ്ഡീഗഡിലെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. കാരണം 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു കേസായിട്ടാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രമായ ഒരു നടപടികളാണ് ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ രക്ഷയ്ക്കും ഒപ്പം തന്നെ മറ്റ് ജാഗ്രതാ നടപടികളും ഒക്കെയായി സ്വീകരിക്കുന്നത്. ഓമശ്ശേരി പഞ്ചായത്തിലാണ് ഈ കുളത്തക്കര ഉള്ളത്. അവിടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും കിണർ വെള്ളം വറ്റിച്ചിട്ടുണ്ട്, ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ സാമ്പിളുകളും ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. അതുകൂടാതെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ ഈ സ്രവ സാമ്പിളുകൾ ചണ്ഡീഗഡിലെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. മറ്റൊരാൾ രോഗം സ്ഥിരീകരിച്ച 40-കാരനാണ്, അന്നശ്ശേരി സ്വദേശിയാണ്. ഇയാളും തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ ഇന്ന് ഉള്ള മറ്റൊരു പ്രത്യേകത, നേരത്തെ താമരശ്ശേരി ആനപ്പാറപ്പൊയിലിൽ 9 വയസ്സുകാരി അനയ കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. ഈ പ്രദേശത്ത് ഇന്ന് ഈ കോരങ്ങാട് UP സ്കൂളിൽ, അതായത് ഈ കുട്ടി കോരങ്ങാട് ഈ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട അനയ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിനി. അതുകൊണ്ട് തന്നെ കോരങ്ങാട് UP സ്കൂളിൽ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. അതിര ശരി റിയാസ്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില അതീവ ഗുരുതരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി.